POK ജനതയെ പീഡിപ്പിക്കുന്നത്, പാകിസ്ഥാൻ ഭരണകൂടം പീഡിപ്പിക്കുന്നത്, ഒരുപക്ഷെ അവർ ഭാരതത്തിന് അനുകൂലമായിട്ടുള്ള നിലപാട് സ്വീകരിക്കുന്നത് കൊണ്ടാവുമോ? അത് തന്നെയായിരിക്കും കാരണം. അതെ, അത് ഓൾറെഡി ഉണ്ട് ശ്രീ അനിൽ. നമുക്ക് തന്നെ അറിയാവുന്ന ധാരാളം അവിടുത്തെ ആക്ടിവിസ്റ്റ് അവർ ഓപ്പൺലി പറയുന്നുണ്ട് നമുക്ക് ഭാരതത്തിലൂടെ പോകണമെന്നുള്ളത്. അതാണ് ഏറ്റവും കൂടുതൽ പാകിസ്ഥാന് പ്രശ്നം വരുന്നത്, അല്ലെങ്കിൽ അതാണ് ഏറ്റവും കൂടുതൽ അവർ ഭയക്കുന്നത്. അവിടെ ഓപ്പൺലി പറയുകയാണ് ഞങ്ങൾ ഭാരതത്തിനോട്. ഇൻഫാക്ട് ഇപ്പം കഴിഞ്ഞ വർഷം സെപ്റ്റംബറിൽ ഈ ഗിൽഗിറ്റ് ബൽത്തിസ്ഥാനിൽ ഇതേപോലത്തെ പ്രശ്നം നടന്നപ്പം അവരുടെ നാര ചലോ കാർഗിൽ എന്നാണ് പറഞ്ഞത്. അവർ ചലോ കാർഗിൽ, അതായത് അവരുടെ നേരെ പോയി കഴിഞ്ഞാൽ കാർഗിലിലേക്കാണ് അവർ പോകുന്നത്. ഞങ്ങൾ കാർഗിലിലേക്ക് പോവുകയാണ്, ഞങ്ങൾ അവിടെ ഭാരതമായിട്ട് ലയിക്കാൻ വേണ്ടി പോവുകയാണ് എന്നുള്ള ഒരു മുദ്രാവാക്യം വരെ അവിടെ വലിയ രീതിയിലുള്ള പ്രക്ഷോഭമായിരുന്നു. ആയിരക്കണക്കിന് ആളുകൾ അതിന്റെ വീഡിയോസ് കണ്ടു നമ്മൾ അത്ഭുതപ്പെടും ഇത്രയും ആളുകൾ എങ്ങനെയാണ് വന്നതെന്നുള്ളത്. അപ്പൊ ആ ഒരു വികാരം അവിടെ ഉണ്ട്. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ മനുഷ്യന്റെ ആവശ്യങ്ങളാണ് ഏറ്റവും സാധാരണ ആവശ്യങ്ങളാണ് എപ്പോഴും മുൻപിൽ നിൽക്കുന്നുള്ളത്. അത് വരാത്ത സമയം വരെ അവർ പാകിസ്ഥാനിന് എന്ത് ചെയ്താലും അവിടെ നിൽക്കാൻ പോകുന്നില്ല. അത് നമ്മുടെ ഭാരതത്തിന്റെ ഇവിടെ ഡെവലപ്മെന്റ് നടക്കുന്ന സമയം അത് കാണുകയും ചെയ്യും. അത്രമാത്രം ഫ്രസ്ട്രേഷൻ പാകിസ്ഥാൻ ഓക്യുപ്പൈഡുള്ള കശ്മീരിലെ നമ്മളെ തന്നെ ആളുകൾക്ക് അത് വരികയും ചെയ്യും. അതുകൊണ്ട് ആ ഒരു പ്രക്ഷോഭം വളർന്ന് വരും തന്നെയാണ് എനിക്ക് തോന്നുന്നത്. കാരണം അതിന് നമ്മൾ കണ്ടിട്ടുണ്ട് എല്ലാ ഏരിയയിലും ഇങ്ങനെ തന്നെയാണ് വരുന്നത്. അതിന്റെ സമയത്തിന് നമ്മൾ വേണ്ട നടപടികൾ സ്വീകരിക്കും. ആ സമയത്ത് ഞാൻ പറഞ്ഞ പോലെ മിലിറ്ററി ഓപ്ഷൻസ് അവൈലബിൾ ആണ്. അത് അപ്പോഴേ ഉള്ളൂ. ആ ഒരു സമയത്തിൽ തീർച്ചയായിട്ടും ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങൾ നമുക്ക് ചെയ്യാം.